So welcome to engineering graphics section class 2. So today we entering to the topic. First of all, we studying about the principles of projection. So geometrical figures are in 2D. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ജോമെട്രിക്കൽ ഫിഗേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ക്വയർ, ട്രയാങ്കിൾ, പെന്റഗൺ, ഒക്ടഗൺ, ഹെക്സഗൺ എന്നുള്ള എല്ലാ ഷേപ്പുകളും നമ്മൾ ഈ ഒരു ഇമേജിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇമേജിൽ കാണുന്ന ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് എല്ലാം എന്തിലാണ്? 2D-യിലാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആർ ഇൻ 2D. So they may be represented on a sheet of paper with their true shapes. അതായത് ഈ ഒരു 2D ഷേപ്പിനെ നമുക്കൊരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എന്ത് ചെയ്യാം? നമുക്ക് പ്രസന്റ് ചെയ്യാം. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ ആക്ച്വൽ ഷേപ്പ്, അതായത് അതിന്റെ ട്രൂ ഷേപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതായത് 2D ഫിഗേഴ്സ് ആയിട്ടുള്ള ഈ ജോമെട്രിക്കൽ ഫിഗേഴ്സിനെ നമുക്കൊരു ഷീറ്റ് ഓഫ് പേപ്പറിൽ അതിന്റെ ട്രൂ ഷേപ്പോട് കൂടി തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അത് 2D അതായത് 2 ഡയമെൻഷണൽ ആയതുകൊണ്ട്. നെക്സ്റ്റ്, സോളിഡ് ഈസ് എ 3D ഒബ്ജക്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു 3D ഒബ്ജക്ട് തന്നെയാണ്. സോ ഇറ്റ് വിൽ നോട്ട് ബി പോസിബിൾ ടു റെപ്രസെന്റ് ഓൺ എ ഷീറ്റ് ഓഫ് പേപ്പർ വിത്ത് ഇറ്റ്സ് 3D ട്രൂ ഷേപ്പ്. നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് 2D ഷേപ്പിനെ നമുക്ക് ട്രൂ ഷേപ്പ് ആയിട്ട് തന്നെ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സോളിഡ് മോസ്റ്റ്ലി നമ്മൾ 3D ഷേപ്സിലാണ് കാണാറുള്ളത്. ആ 3D ഷേപ്സിലുള്ള ഒബ്ജക്റ്റുകളെ ഇതിന്റെ 3D ഷേപ്പിൽ തന്നെ, അതായത് 3D ട്രൂ ഷേപ്പിൽ തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇറ്റ് വിൽ നോട്ട് ബി പോസിബിൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ക്യൂബ് നമുക്കൊരു ചിത്രകാരനെ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ വരയ്ക്കാൻ അറിയാമെങ്കിൽ നമുക്കൊരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എന്ത് ചെയ്യാം? 3D വരയ്ക്കാം. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന സ്പെസിഫൈഡ് ഡയമെൻഷൻ ഉള്ള സൈസ് ആൻഡ് ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ അതേ ഷേപ്പ്, അതേ സൈസിൽ തന്നെ, അതേ ഡയമെൻഷനിൽ തന്നെ നമുക്ക് ഒരു പേപ്പറിലോട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം അതിന്റെ ട്രൂ ഷേപ്പ് ലഭിക്കില്ല. ആക്ച്വൽ ആയിട്ടുള്ള അതിന്റെ ഷേപ്പ് ലഭിക്കുക എന്നുള്ളതല്ലാതെ അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള 3D ട്രൂ ഷേപ്പ് നമുക്ക് ലഭിക്കില്ല. അപ്പൊ 2D ഫിഗേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ 3D ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ 3D ട്രൂ ഷേപ്പിനെ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. അപ്പൊ 3D ഒബ്ജക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ തന്നിരിക്കുന്നത്. സ്പിയർ, ക്യൂബ്, ക്യൂബോയിഡ്, കോൺ. നമ്മൾ ഓൾറെഡി പണ്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ ട്രൂ ഷേപ്പ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് 3D രീതിയിൽ നമുക്ക് ഷീറ്റ് ഓഫ് പേപ്പറിൽ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു നദിയുടെ തീരത്തോ അല്ലെങ്കിൽ കടൽ തീരത്തോ നിൽക്കുമ്പോൾ നിങ്ങൾ വളരെ വിദൂരതയിലേക്ക് നോക്കുമ്പോൾ അതുവഴി ഒരു ബോട്ട് സഞ്ചരിക്കുന്നത് കാണാം. ആ ബോട്ട് ഏത് ഡയറക്ഷനിലായിക്കോട്ടെ, ലെഫ്റ്റ് ടു റൈറ്റോ അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ വളരെ ദൂരെ നിന്നാണ് അതിനെ വീക്ഷിക്കുന്നത്, അല്ലെ? ആ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ കാണുമ്പോൾ, ആ ഷിപ്പിനെ നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ നിങ്ങൾ കാണുമ്പോൾ, ആ സൂര്യനും ഈ പറയുന്ന ഷിപ്പും ഒക്കെ എന്താണ്? ഒരു 3D ഒബ്ജക്റ്റ് ആണ്. നമുക്കറിയാം അതെല്ലാം ഒരു 3D ഒബ്ജക്റ്റ് ആണ്, ഒരിക്കലും ഒരു 2D അല്ല. പക്ഷെ നിങ്ങളുടെ കണ്ണുകളിൽ അതിനെ എന്തായിട്ട് കാണുന്നു? 2D ആയിട്ട് കാണുന്നു. സോ നിങ്ങൾ അതിന്റെ വ്യൂവിനെ കാണുന്നത് അതിന്റെ പുറകിലുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഷീറ്റ് ഓഫ് പേപ്പറിലാണ്. അത് സ്കൈ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മീഡിയ അവിടെ ഉണ്ടാവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ കാണുവാണ്. അതിന്റെ ഒന്നില്ലെങ്കിൽ നമുക്കതിന് മുന്നിൽ നമുക്കതിനെ ഒരു ഇമാജിനറി പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പുറകിലായിട്ട് ഒരു ഇമാജിനറി പ്ലെയിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ റിയൽ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് എക്സാമ്പിളുകളാണ്. ഒന്നില്ലെങ്കിൽ കടലിൽ കൂടെ സഞ്ചരിക്കുന്ന ഷിപ്പ്, അല്ലെങ്കിൽ സൂര്യാസ്തമയം. അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, സൂര്യൻ എന്ന് പറയുന്ന ഒരു 3D ഒബ്ജക്റ്റ് ആണ്. പക്ഷെ ആ ഒരു വ്യൂ നമുക്ക് ആ സൂര്യന്റെ പുറകിൽ നിൽക്കുന്ന ആ ആകാശത്തിൽ നമ്മൾ കാണുന്നത് അതൊരു ഷീറ്റ് ഓഫ് പേപ്പർ ആയിട്ട് കാണുക. ആ ആകാശത്തിനെ, അതിൽ നിൽക്കുന്ന സൂര്യൻ എന്ന് പറയുന്ന ഒരു 3D ഒബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ആസ് എ ഒബ്സർവർ എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ വീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിന്റെ 2D ഇമേജ് ആണ്. നമ്മൾ ഏത് സ്ഥലത്ത് പോയി നിന്നാലും അതിന്റെ 2D ഇമേജ് എന്താ കാണുക? ഒരു സർക്കിൾ തന്നെ കാണുക, ഇല്ലേ? കാരണം സൂര്യന് ഒരു ഉരുണ്ട ഇതാണ്. അപ്പൊ നമ്മൾ അതിനെ കാണുന്നത് ഏത് വശത്തു നിന്ന് നോക്കിയാലും നമ്മൾ അതിനെ ഒരു സർക്കിളായി മാത്രം കാണുന്നു. ആ സർക്കിളായി കാണുന്ന വ്യൂ നമുക്ക് ലഭിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ഒരു പ്ലെയിനിലാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ത്രൂ ഔട്ട് വരുമ്പം നമ്മൾ കാണുന്ന ആ വ്യൂ, അത് നമ്മൾ കാണുന്ന രണ്ട് രീതിയിലുള്ള വ്യൂ വരും. ഒന്നൊരു പെർസ്പെക്റ്റീവ് വ്യൂ വരും, നമ്മൾ മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഷാഡോ മൂവ് ചെയ്യുന്ന കണക്കും
പിന്നല്ലാതെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു വ്യൂവിലേക്ക് നമ്മൾ വരുമ്പോഴും രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇതും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ നമ്മളിപ്പോ ഈ കണ്ട ഒരു കാര്യത്തിന് നമുക്ക് നമ്മുടെ ടേംസിലേക്ക് കൊണ്ടുവരാം. അതായത് ഒരു ഒബ്സർവർ, ആ ഒബ്സർവർ എന്താണ്, ഒരു സ്റ്റേഷനറി, അതായത് സ്റ്റേഷൻ പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ സ്റ്റേഷൻ പോയിന്റിൽ നിൽക്കുമ്പോൾ ആ ഒബ്സർവറിന്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൽ ലഭിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ആ ഒരു സൂര്യനെ നമ്മൾ നോക്കിയപ്പോ, അതായത് ഒബ്സർവർ ഇവിടെ നിൽക്കുന്നു, സൂര്യനെ നമ്മൾ നോക്കിയപ്പോൾ ആ സൂര്യൻ നിൽക്കുന്നത് ഈ ABCD എന്ന് പറയുന്ന ഈ ഒരു പോർഷനിലാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന സൂര്യനെയാണ് നമ്മൾ വാച്ച് ചെയ്തത്. ഈ സൂര്യന്റെ റിയൽ ഒരു 3D ഇമേജ് ആയിരുന്നുവെങ്കിലും നമുക്ക് അതിനെ ലഭിച്ചത് 2D ആയിട്ടാണ്. കാരണം അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഈ പ്ലെയിൻ എന്ന് പറയുന്ന, അതായത് ഈ പിക്ചർ പ്ലെയിൻ, അതായത് അത് സ്കൈ ആയിരുന്നു അവിടെ, നമ്മളിപ്പോ ഇവിടെ ഒരു ഇമാജിനറി പ്ലെയിൻ വെച്ചിട്ടുണ്ട്. ഈ ഇമാജിനറി പ്ലെയിനിലായിട്ടാണ് നമ്മൾ എന്ത് കണ്ടത്, ഈ ഒരു ഇമേജിനെ കണ്ടത്. ഇവര് തമ്മിൽ നല്ല ഡിസ്റ്റൻസും ഉണ്ട്. നമ്മുടെ ഒബ്സർവറും ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നതും തമ്മിലും ഒത്തിരി ഡിസ്റ്റൻസുകളുണ്ട്. അപ്പൊ ഈ ഒരു ലൈൻ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ഇൻക്ലൈൻഡ് ആണ്. അതായത് ഈ എയിൽ നിന്ന് പാസ് ചെയ്തു പോകുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ അല്ല. സോ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ്. എന്താണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്നൊക്കെ നമ്മൾ വരുന്ന മൊഡ്യൂളുകളിൽ കാണുന്നതായിരിക്കും. ഇപ്പൊ അത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ വരച്ചിരിക്കുന്ന ഡ്രോയിങ്ങിൽ ഈ ലൈൻസ് പാസ് ചെയ്യുന്നത്, അതായത് ഒബ്സർവർ നോക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ എല്ലാ പോയിന്റിലൂടെയും എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് കാണാൻ പറ്റുന്ന ഈ എല്ലാ പോയിന്റുകളിൽ നിന്നും ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പാസ് ചെയ്യുന്ന ലൈൻ, ഇപ്പത്തെ രണ്ടാമത്തെ ലൈൻ ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. അത് ആ പ്ലെയിനിൽ പോയി ടച്ച് ചെയ്യുന്നു. അവിടെ നെക്സ്റ്റ് ലൈൻ ഉണ്ട്, അത് അതിന്റെ കോർണറിൽ പോയി ടച്ച് ചെയ്യുന്നു. സിയിൽ നിന്ന് ഒരു ലൈൻ പാസ് ചെയ്യുന്നു. അപ്പൊ ഇതിനെല്ലാം കൂടെ കൂട്ടി വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മൾ അവിടെ കണ്ട ഒബ്ജക്റ്റിന്റെ ഒരു വ്യൂ നമുക്ക് ഈ പ്ലെയിനിൽ ലഭിക്കുന്നത്. ഇതിപ്പോ ഒരു 3D ഇമേജ് ആയിരുന്നുവെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരിക്കും, വെറും ഈ ഒരു പ്ലെയിൻ മാത്രമായിരിക്കും. ഈ ഒരു പ്ലെയിൻ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ, എവിടെ, നമ്മുടെ വ്യൂവിൽ കാണത്തുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് വീക്ഷിക്കുന്ന ആളെ നമ്മൾ ഒബ്സർവർ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഈ ഒബ്സർവറിന്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട ഈ വിഷ്വൽ റേസിനെ നമ്മൾ പ്രൊജക്ടർ എന്ന് വിളിച്ച്, പ്രൊജക്ടർ ലൈൻ അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നു. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് മനസ്സിലായി. ഈ ഒബ്ജക്റ്റിന്റെ വ്യൂ ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുക, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിന്റെ വ്യൂ ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഈ വ്യൂ വരച്ചിരിക്കുന്ന ആ പ്ലെയിനെ നമ്മൾ പ്ലെയിൻ എന്നാണ് ഇപ്പൊ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ വരുന്ന സ്ലൈഡുകളിലേക്ക് വരുമ്പോൾ അതിന്റെ റിയൽ ആയിട്ടുള്ള ഇതിലേക്കൊക്കെ വരും. ഒരു പ്രൊജക്ഷൻ പ്ലെയിൻ ആണത്. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ അതിനെ ഒരു പിക്ചർ പ്ലെയിൻ എന്ന് തന്നെ വിളിച്ചോളുക. ഇവിടെ കണ്ട ഒബ്ജക്റ്റിന്റെ വ്യൂ ആണ് ഇവിടെ നമുക്ക് വരച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഓരോ പോയിന്റിൽ നിന്ന് ഒരു ലൈൻസ് പാസ് ചെയ്ത കാര്യവും ഞാൻ കൃത്യമായി പറഞ്ഞു. ഈ ലൈൻ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ അല്ല എന്നുള്ള കാര്യം കൂടി ഇപ്പൊ ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള വ്യൂവിനെ നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത്. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ഇപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, രണ്ട് രീതിയിലായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു. ഒന്ന് പെർസ്പെക്റ്റീവ് പറഞ്ഞു. ഇനി നമ്മൾ അതിനെ വിട്ടേരെ, പെർസ്പെക്റ്റീവിനെ ഇനി വിട്ടേരെ. നമ്മൾ ഇനി കടന്നു വരുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലേക്കാണ്. ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട്. നേരത്തെ കണ്ട ഇമേജിൽ നിന്നും പ്രൊജക്ടർ ലൈനുകൾക്ക്, അല്ലെങ്കിൽ ഈ പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്ന ലൈനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒബ്ജക്റ്റിന്റെ പോയിന്റിൽ നിന്ന് ആ പ്ലെയിനിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഏത് പ്ലെയിനിലാണോ, അതായത് ഇതിപ്പോ ഒരു പ്ലെയിൻ ആണ്, ഈ പ്ലെയിനിലേക്ക് ഈ ഒബ്ജക്റ്റിന്റെ കോർണറിൽ നിന്നെല്ലാം ലൈൻസ് പാസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഒബ്സർവർ നോക്കുമ്പോൾ ആളുടെ വിഷ്വൽ റേസ് എന്ന് പറഞ്ഞത് പോയിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്, നമ്മുടെ പ്ലെയിനിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എല്ലാ ലൈനുകളും എന്താണ്, പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. സോറി, ഇതിപ്പം മൗസ് ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് പോകുന്നത്, ഈ പ്രൊജക്ടർ ലൈനുകൾ പോകുന്നത്. ഇവിടെ ഒരു പ്രൊജക്ടർ ലൈൻ ഉണ്ട്, ഇവിടെ ഒരു പ്രൊജക്ടർ ലൈൻ ഉണ്ട്, ഇവിടെ ഒരു പ്രൊജക്ടർ ലൈൻ ഉണ്ട്, ഇവിടെ ഒരു പ്രൊജക്ടർ ലൈൻ ഉണ്ട്. അപ്പൊ ഈ 4 പ്രൊജക്ടർ ലൈനുകളും ഈ കോർണറിനെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ്, ഇതിപ്പോ ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അതായത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. ഒരാൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണ്. അപ്പൊ നമ്മൾ ഇതിനൊരു വിഡ്ത്ത് ഉണ്ട്,
അതൊക്കെ നമുക്കറിയാം. ഇതിപ്പോ നമ്മൾ ഈ വിട്ട് ഈ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണുന്നില്ല, കാരണം നമ്മൾ ആകെ കാണുന്നത് ഇതിന്റെ ലെങ്ത്തും ഹൈറ്റും മാത്രമാണ് കാണുന്നത്. ഈ ലെങ്ത് ആൻഡ് ഹൈറ്റിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ പോലെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അതിന്റെ വ്യൂ ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഈ കിട്ടുന്ന ഇതൊരു പ്ലെയിൻ ആണ്, ഈ പ്ലെയിനിലാണ് അതിന്റെ വ്യൂ കിട്ടിയത്. ഇനി ഇവിടുത്തെ പ്രത്യേകത പറയാം. ഈ പ്രൊജക്ടർ ലൈനുകൾ അല്ലെങ്കിൽ ഈ പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്ന 1 2 3 4 ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് അത് ഏത് പ്ലെയിനിലേക്കാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പ്ലെയിനിന് അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, പ്രൊജക്ടർ ലൈനുകൾ എവിടെ ചെന്നാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പ്ലെയിനിലേക്ക് ആ ലൈൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവര് തമ്മിൽ, അതായത് ഈ കാണുന്ന പ്രൊജക്ടർ ലൈനുകൾ തമ്മിൽ പാരലൽ ആയിരിക്കണം. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ പ്രൊജക്ടർ ലൈനുകൾ അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് തമ്മിൽ പാരലും അത് ഇന്റർസെക്ട് ചെയ്യുന്ന ആ പ്ലെയിനിന് അത് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പറയാം, ഒരു ഒബ്സർവർ അറ്റ് ഇൻഫിനിറ്റി എന്നാണ്, അത് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും ആവാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ആ ഒബ്സർവർ ഇതിനെ വാച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു 3D ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ്, അതാണ് ഈ FV എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഫ്രണ്ട് വ്യൂ ആണ് ഈ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വ്യൂ ആണ്, ഇതിനെ നമ്മൾ വ്യൂ എന്നാണല്ലോ പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു. ഇതിനെ നമ്മൾ പ്ലെയിൻ എന്നും ഇത് നമ്മൾ വ്യൂ എന്നും ഇത് ഒബ്ജക്റ്റ് എന്നും ഇത് ഒബ്സർവർ എന്നും ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഈ വിഷ്വൽ റേസിനെ നമ്മൾ പ്രൊജക്ടേഴ്സ് എന്നും വിളിക്കും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി. ഇനി ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഇൻ ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ മെത്തേഡ്, ഓൾ ദി ഫേസസ് ഓഫ് എ സോളിഡ് വിസിബിൾ ഓർ ഇൻവിസിബിൾ ആർ പ്രൊജക്റ്റഡ് ടു എ പ്ലെയിൻ. അതായത് വിസിബിളും ഇൻവിസിബിളും ആയിട്ടുള്ള, അതായത് ഇപ്പൊ ഇവിടുന്ന് ഒരാൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ പുറകുവശത്തായിട്ട് ഒരു വശവും കൂടി ഇതിനുണ്ട് അല്ലെ, അതിന്റെ ബാക്ക് വ്യൂ ഉണ്ട്. ആ ബാക്ക് വ്യൂവിന്റെ കൂടെ തന്നെ ഇവര് തമ്മിലുള്ള ഒരു വിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെയെല്ലാം എന്തുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള എല്ലാ പോയിന്റുകളിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊജക്ഷൻ മറ്റൊരു പ്ലെയിനിലേക്ക് ചെന്നെത്തുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് സൈറ്റ് ഓഫ് ദി ഒബ്സർവർ. ഒബ്സർവർ നോക്കുമ്പോൾ എന്താണോ ആളുടെ സൈറ്റിൽ കിട്ടുന്നത് അത്രയും എന്ത് ചെയ്യുന്നു, നേരെ പ്ലെയിനിലേക്ക് കൊണ്ടുപോയി നമ്മൾ പകർത്തുന്നു. അപ്പം ഇദ്ദേഹം ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് ഏരിയ ആണ്. അപ്പൊ ആ ഫ്രണ്ട് ഏരിയ മാത്രമാണ് എന്ത് ആ പ്ലെയിനിലോട്ട് കിട്ടുന്നത്. അതിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ വെർട്ടിക്കൽ പ്ലെയിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അതായത് രണ്ട് തരം പ്ലെയിനുകൾ വരും. അതായത് ഒന്ന് വെർട്ടിക്കൽ പ്ലെയിൻ വരും, അതായത് നമ്മൾ നിൽക്കുന്ന വേണ്ട ഇവിടെ വരയ്ക്കണ്ട, ശരിയാകത്തില്ല. അതിന്റെ ഒരു ഇമേജ് ഉണ്ട്, അതിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പം ഇത് ഒരു വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിൽക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിനെ നമ്മൾ വെർട്ടിക്കൽ എന്നും, നമ്മൾ നിൽക്കുന്ന സർഫസിന് പാരലൽ ആയിട്ട് വരുന്നതിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നും. നിങ്ങൾ നേരത്തെ തൊട്ട് നിങ്ങൾ ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതിന്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വരും. ഇത് നമ്മൾ നിൽക്കുന്ന സർഫസിന് പാരലും ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് സർഫസുകൾ വരും, രണ്ട് പ്ലെയിനുകൾ വരും. ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ഇവിടെ വ്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ. ആ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കിട്ടിയ എന്തൊക്കെയാണ്, ലെങ്ത്തും ഹൈറ്റും. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, 2D ഒബ്ജക്റ്റുകളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ട്രൂ ഷേപ്പ് കൂടെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. 3D ഷേപ്പ് ആണെങ്കിൽ അതിന്റെ 3D ട്രൂ ഷേപ്പിൽ നമുക്ക് ഷീറ്റ് ഓഫ് പേപ്പറിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അതിനൊരു സംവിധാനമാണ് എന്ത്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ 3D ഒബ്ജക്റ്റുകളെ അതിന്റെ കൃത്യമായ ഡയമെൻഷനിൽ തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ ഇതാ ഒരു 3D ഒബ്ജക്റ്റ് ഉണ്ട്. ആ 3D ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് ഏരിയ ആണ് ആ പ്ലെയിനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്ലെയിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ്. അതുപോലെ തന്നെ ഇതിന്റെ താഴെയുള്ള പ്ലെയിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നും നമ്മൾ വിളിക്കും. സോ അതിന്റെ വ്യൂ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിൽ ഇത്ര ലെങ്ത്തിൽ ഇത്ര ഹൈറ്റിലുള്ള ഒരു റെക്ടാംഗിൾ ബോക്സ് പോലെയാണ് ഇരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, സോ ഇപ്പൊ അതേ ഒബ്സർവറിനെ തന്നെ അതേ പ്ലെയിനിൽ അതേ ഒബ്ജക്ട് അതേ പൊസിഷനിൽ തന്നെ നിർത്തി നേരത്തെ ഞാൻ പറഞ്ഞ അതേ വെർട്ടിക്കൽ പ്ലെയിനിന്റെ കൂടെ തന്നെ എന്ത് വന്നിരിക്കുന്നു, ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ വന്നിരിക്കുന്നു, ഹൊറിസോണ്ടൽ പ്ലെയിൻ വന്നിരിക്കുന്നു. അപ്പൊ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനില് അതുപോലെ തന്നെ എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിനും ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് ഇപ്പൊ ഈ ഒബ്ജക്ട് നിൽക്കുന്നത്. അതായത് VPക്ക് തൊട്ട് മുമ്പിലായിട്ടും ഹൊറിസോണ്ടൽ പ്ലെയിന് കുറച്ച് മുകളിലുമായിട്ടാണ് ഈ ഒബ്ജക്ട് നിൽക്കുന്നത്. ഇതൊരു റെക്ടാംഗിൾ ബോക്സ് ആണ്.
സോ ഈ ബോക്സിനെ നമ്മൾ നേരത്തെ വീക്ഷിച്ചത് ഈ സൈഡിൽ നിന്നാണ്, അതായത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സൈഡിൽ നിന്നാണ് ഒബ്സർവർ നോക്കിയത്. ഇപ്പൊ അതിന് വ്യത്യാസം വന്നിരിക്കുന്നു, ഒബ്സർവറിന്റെ വ്യൂ മാറിയിരിക്കുന്നു. അതായത് ഇവിടെ ടോപ്പ് വ്യൂ ആണ് ഇപ്പം കാണുന്നത്, അതായത് മുകളിൽ നിന്നാണ് നോക്കുന്നത്. ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഏത് ഏരിയ മാത്രമേ കാണത്തുള്ളൂ? ഈ ഒരു ഏരിയ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. പക്ഷെ അതിന്റെ ഐദർ സൈഡിലും അതിന് സൈഡുണ്ട്, സൈഡ് വശങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, നമുക്കറിയാം. പക്ഷെ നമ്മൾ കാണുന്ന ലൈൻ, അതായത് കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു തീപ്പെട്ടിക്കൂട് എടുത്തിട്ട് ആ തീപ്പെട്ടിക്കൂട് നിങ്ങളുടെ കണ്ണിന് നേരെ പിടിച്ചിട്ട് നിങ്ങളുടെ പുറകിൽ കാണുന്ന ഭിത്തിയിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കാണുന്നത്? ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ ബോക്സ് മാത്രം, അതായത് റെക്ടാങ്കിൾ ഷേപ്പ് മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ, ബോക്സ് കാണുന്നില്ല, റെക്ടാങ്കിൾ ഷേപ്പ് മാത്രം. അതിന് നിശ്ചിതമായ ലെങ്ത്തും ഹൈറ്റും ഒക്കെ അതിനുണ്ടാവും. ഇനി അതേ തീപ്പെട്ടിക്കൂടിനെ നിങ്ങൾ എന്ത് ചെയ്യുക? മുകളിലൂടെ നോക്കുക. അതായത് സ്ട്രെയിറ്റ് പിടിച്ചപ്പം ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ ഉള്ള പോർഷൻ ആണ് നിങ്ങൾ പിടിച്ചത്. ഇനി നിങ്ങൾ ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കുറഞ്ഞ ഏരിയ ഉള്ള, അതായത് നമ്മൾ തീപ്പെട്ടിക്കൂടിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, ചെറിയ റെക്ടാങ്കിൾ ഷേപ്പ്, അതിനെ നിങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾ നിൽക്കുന്ന തറയിലേക്ക് ഒന്ന് നോക്കുക. തറയിലേക്ക് നോക്കുമ്പോഴേക്കും എന്താ കാണുന്നത്? ആ ഒരു സൈഡ് മാത്രം, ആ ഒരു സർഫസ് ഏരിയ മാത്രമേ കാണുന്നുള്ളൂ, അതായത് ഈ ഒരു ഏരിയ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ പ്രൊജക്ടർ ലൈൻ, ഈ നമ്മൾ എവിടെയാണോ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്ലെയിൻ എവിടെയാണോ അവിടത്തേക്ക് ഈ പോയിന്റുകളെല്ലാം വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള പോയിന്റുകളെല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ വ്യൂ ഈ പ്ലെയിനിൽ ലഭിക്കുന്നത് ഈ രീതിയിലായിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ടോപ്പ് വ്യൂ എന്ന് വിളിക്കും. അപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഒബ്ജക്റ്റ് അത് രണ്ട് പ്ലെയിനിന്റെ ഇടയിലായിട്ട് ഇൻ ഫ്രണ്ട് ഓഫും അതുപോലെ തന്നെ എബോ HP ആയിട്ടാണ് ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റിനെ നിങ്ങൾ ഒരു മാച്ച് ബോക്സ് ആയിട്ട് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിയൽ ആയിട്ട് തന്നെ ആ മാച്ച് ബോക്സിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഓരോ വ്യൂവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇനിയിപ്പോ ഈ HP നമ്മൾ ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയേ, അതായത് ഇതിനെ ഒന്ന് നിവർത്തി നോക്കുക. ഇങ്ങനെ മടങ്ങിയിരിക്കുമായിരുന്നു, ഇതിനെ നിവർത്തി നോക്കുക. അങ്ങനെ നിവർത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് XY എന്ന് പറയുന്ന ഒരു ലൈൻ, അത് ഇവിടുത്തെ ഈ ലൈനാണ്. XY എന്ന് പറയുന്ന ഒരു ലൈൻ, ആ XY എന്ന് പറയുന്ന ലൈനാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിരുന്നു, അതായത് സർട്ടൻ ഹൈറ്റ് എബോവ് ആയിട്ടാണ് ഒബ്ജക്റ്റിന്റെ വ്യൂ നിങ്ങൾക്ക് ലഭിച്ചത്. അതേ ഹൈറ്റ് തന്നെ ഇവിടെയും കൊടുക്കുക. അപ്പോൾ ആ ഒരു ഹൈറ്റില് എന്ത് ചെയ്തു? നിങ്ങൾക്ക് ആദ്യത്തെ ഫ്രണ്ട് വ്യൂ കിട്ടി. ആ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതായത് ഈ പ്ലെയിനിൽ കിട്ടിയ ഇമേജ് ആണ് ഈ വരച്ചിരിക്കുന്നത്, വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ HP പ്ലെയിനിൽ നിങ്ങൾക്ക് കിട്ടിയതും ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് ആയിരുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് ഈ ഒരു ഇമേജ് കിട്ടിയത്. അപ്പൊ ആ ഒരു വ്യൂ എന്താണ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിനെ നിവർത്തി ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, വരച്ചു. അതിനുശേഷം ഇതിനെ ഒന്ന് നിവർത്തി വെച്ചപ്പോഴേക്കുമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഡയമെൻഷനെ കിട്ടിയത്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 2D ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഷീറ്റ് ഓഫ് പേപ്പറിൽ ഈ ഒരു ചിത്രം മാത്രം വരച്ചാൽ മതിയായിരുന്നു. ഇത് 2D ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 3D ആണ്. ആ 3D ഒബ്ജക്റ്റിനെ 2D കൺവേർട്ട് ചെയ്തപ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടി, അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ കിട്ടി. ഇനി ഇത് ഒരു എഞ്ചിനീയറുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, അതായത് ഇതൊരു 2D വ്യൂ ആണ്, പക്ഷേ ഇതിന്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇത്ര ലെങ്ത്, ഇത്ര ഹൈറ്റ് ഉള്ള, ഇത്ര ബ്രെഡ്ത്ത് ഉള്ള ഒരു റെക്ടാങ്കുലർ ബോക്സ് ആയിരുന്നു ആ ഒബ്ജക്റ്റ് എന്ന് എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ആ ഒരു ആൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതായത് ഓൾറെഡി ഇത് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഇത് റെക്ടാങ്കിൾ ബോക്സ് എന്ന് മനസ്സിലായതാണ്. പക്ഷെ ഇതില്ലാതെ ഒന്ന് ചിന്തിച്ച് നോക്കി ഇതിനെ എന്താണെന്ന്. അപ്പൊ ഇതിന്റെ ഈ വ്യൂ എങ്ങനെയാ കിട്ടിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. വരുന്ന കുറച്ചും കൂടെ പോർഷൻസ് ഒക്കെ കഴിയുമ്പോൾ ഇതിന്റെ ഒരു ഇതിലോട്ടൊക്കെ എത്തത്തുള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക. So figure formed by the projection of all visible and invisible faces of an object is called view. നാം നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഫിഗറിന്റെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പ്രൊജക്ടർ ലൈനുകൾ എന്താണ് ഒരു എന്താ പറയാ, അതിന്റെ എല്ലാ ഫേസുകളും നമ്മുടെ ആ പ്രൊജക്ഷൻ പ്ലെയിനിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പം ആ ഒബ്ജക്റ്റിന്റെ ഒരു ഒരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. സോ figure formed by the projection of all visible and invisible faces of an object is called view. ഇതിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. വ്യൂ എവിടെയാണ് കിട്ടുന്നത്? പ്രൊജക്ഷൻ ഓഫ് പ്ലെയിനിലാണ് വ്യൂ കിട്ടുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, മോർ ദാൻ വൺ വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ആർ ഡ്രോൺ ടു റെപ്രസെന്റ് ഇറ്റ്സ് ട്രൂ ഷേപ്പ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. 2D ആണെങ്കിൽ നമുക്ക് ഒറ്റ ഫിഗറിൽ തന്നെ തീർന്നതിനെ 3D ആയതുകൊണ്ട് ആ 3D ഷേപ്പിനെ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ റെപ്രസെന്റ് ചെയ്യുമ്പം ഒന്നിൽ കൂടുതൽ വ്യൂസ് വരും. നേരത്തെ നമ്മൾ കണ്ടിരുന്നു, ഫ്രണ്ട് വ്യൂ കണ്ടു,
അതുപോലെ ടോപ്പ് വ്യൂ കണ്ടു, ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ ഉണ്ട്, റൈറ്റ് സൈഡ് വ്യൂ ഉണ്ട്. അപ്പം വ്യൂ എന്ത് ചെയ്യുവാണ്, കൂടുവാണ്. അപ്പൊ ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് more than one view of the object are drawn to represent its true shape. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനാണ്, അത് ഓർത്തിരിക്കുക. ഇവിടെ ഒരു ഒബ്സർവർ നിൽക്കുന്നു, ഒബ്സർവർ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റിനെ നോക്കുന്നു. ഒബ്ജക്റ്റിന്റെ വിസിബിളും ഇൻവിസിബിളും ആയിട്ടുള്ള എല്ലാ പോയിന്റിൽ നിന്നും ഒരു പ്രൊജക്ടർ ലൈനുകൾ നമ്മൾ കാണുന്ന, അതായത് ഈ ആള് നോക്കുന്ന ലൈൻസ് ആണ് ഇത്, അല്ലാതെ ഇതിന്റെ ഒബ്ജക്റ്റിന്റെ ലൈൻസ് ഒന്നുമല്ല. ഒരു ആള് നോക്കുമ്പോൾ ഈ പോയിന്റ്, ആളുടെ പ്ലെയിൻ എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ പ്ലെയിനിലേക്ക് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണ്. ഈ പോയിന്റുകൾക്കൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ലൈൻസിന് പ്രത്യേകത ഉണ്ട്. എന്താണ്, ഇവര് തമ്മിൽ എല്ലാവരും എന്താണ്, പാരലലാണ്. അതുപോലെ തന്നെ ഏത് പ്ലെയിനിലേക്കാണോ അത് വരുന്ന ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പ്ലെയിനുമായിട്ട് ഈ ലൈൻ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പ്രൊജക്ടർ ലൈനുകൾ തമ്മിൽ പാരലും അതുപോലെ തന്നെ വരയ്ക്കുന്ന ഏത് പ്ലെയിനിലേക്കാണോ, അത് വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ, അവിടെ എന്തായിരിക്കും, ആ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്തിരിക്കുക. So next, in the orthographic projection, in order to obtain the view of the object to same size that of the object, the projectors must be parallel to each other and also perpendicular to the plane of projection. അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ വീണ്ടും അവരെടുത്ത് പറയുന്നത്. അതായത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ obtain the view of an object സെയിം സൈസിൽ തന്നെ കിട്ടണമെങ്കിൽ, അതായത് എക്സാക്റ്റ് ആയിട്ട് തന്നെ കിട്ടണമെങ്കിൽ പ്രൊജക്ടേഴ്സ് മസ്റ്റ് ബി പാരലൽ ടു ഈച്ച് അതർ. അതായത് ഈ പ്രൊജക്ടർ ലൈനുകളെല്ലാം മസ്റ്റ് ബി പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അതായത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, ഈ പ്ലെയിനെയാണ് നമ്മൾ നേരത്തെ പിക്ചർ പ്ലെയിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പം ഇവിടെ ഇതാ അതിനൊരു നെയിം നമ്മൾ ആധികാരികമായിട്ട് കൊടുക്കുകയാണ്. അതിന്റെ പേരെന്താണ്, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ ഇതിപ്പോ എന്താ ഇതിനെ പറയുന്നത്, നമ്മൾ വ്യൂ. ഈ ലൈൻസും എന്താണ് കാര്യങ്ങളൊന്നും ഓർത്തിരുന്നോ, ഇതിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന പോർഷൻ ആണ് ഇത്. ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ കിട്ടുന്ന വ്യൂവിനെ, അതായത് ഓബ്ജക്റ്റിന്റെ ഒരു ഫേസിനെ നമ്മൾ എന്ത് വിളിക്കും, വ്യൂ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ പ്രൊജക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പം ഇവിടെ പറഞ്ഞ എന്താണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കണം, ഓൾസോ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രൊജക്ടർ ലൈൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ രീതി പറഞ്ഞെന്ന് വിചാരിക്കരുത്. ഏത് പ്ലെയിനിലേക്ക് വരച്ചാലും ഇത് ഈ രീതിയിൽ തന്നെ ആയിരിക്കും. ഇപ്പം നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ ആണ്. ഇപ്പം ഈ ഒബ്സർവർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നോക്കുന്നത്, അതായത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നോക്കുന്നത്. അപ്പൊ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ ഇതിന്റെ ഈ ഫേസ് ഉണ്ടാവുമല്ലോ, അത് തന്നെ ആയിരിക്കും എന്ത്, ABCD എന്നുള്ള ഫേസ്. അപ്പൊ ഇവിടുന്ന് നോക്കിയാലും അവിടുന്ന് നോക്കിയാലും എന്താണ്, വ്യൂ നമുക്ക് ഈ ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ കിട്ടുന്നത് ഒരു സ്ക്വയർ ആയിട്ടായിരിക്കും. അപ്പം ഈ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് ഒബ്സർവർ നോക്കുമ്പോൾ നമുക്ക് ഈ വ്യൂ കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ പ്രൊജക്ടർ ലൈനുകൾ. ഈ പ്രൊജക്ടർ ലൈൻ ഇപ്പൊ എന്താണ്, തമ്മിൽ പാരലും അതുപോലെ തന്നെ ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ നോക്കാം. ഇവിടുത്തെ ലൈനിനെ നമ്മൾ ഈ പ്രൊജക്ടർ ലൈനുകളെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇതിപ്പോ വിസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ്, ഇനി ഇവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് കൊണ്ട് ഇതിനെ തമ്മിൽ നമ്മൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കി, നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂ കിട്ടും. കിട്ടിയത് എവിടെയാണ്, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കിട്ടിയത്. അതായത് വ്യൂ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കിയത്. ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കിയപ്പം AEFP അല്ലെങ്കിൽ നമുക്ക് ഇമാജിനറി ആയിട്ടുള്ള ആ പ്ലെയിനിൽ നിന്ന് DCG എന്ന് പറയുന്ന ഈ സെയിം പ്ലെയിനിന്റെ ഫേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ ഇതിനെ എന്ത് വിളിക്കും, നമ്മൾ ടോപ്പ് വ്യൂ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കും. അപ്പൊ ഇവിടുത്തെ നോക്കിക്കേ, ഈ ലൈൻസ് തമ്മിൽ എന്താണ്, തമ്മിലെല്ലാം പാരലാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഈ പ്ലെയിനിന്, അതായത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഈ ലൈൻസ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഒരു കാര്യമാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ളത്. So the observer should view the object at infinite distance. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും നമ്മൾ കീപ്പ് ചെയ്ത് നിന്ന് ഇൻഫിനിറ്റ് ആയിട്ട് വന്ന് നോക്കാം, എങ്ങനെ വേണമെങ്കിലും. ആ ഡിസ്റ്റൻസിന് യാതൊരുവിധ ഇതുമില്ല. അതായത് ഒബ്സർവറും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല. So the diagram represent the view of an object projected on a plane of projection from the observer at infinity.
The projectors are parallel and perpendicular to the plane of projection. Already നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതായത് ഒബ്സർവർ എന്ന് പറയുന്ന ആള് വളരെ ദൂരത്ത് നിന്നാലും നമ്മൾ കാണുന്ന ഒബ്ജക്റ്റിന്റെ വ്യൂ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ പ്രൊജക്ഷൻ പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലേക്ക് വരയ്ക്കുന്ന ആ ഒരു പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൊജക്ടർ ലൈൻ എന്ന് പറയുന്ന ലൈൻസ് എപ്പോഴും ആ പ്ലെയിനിന് പെർപെൻഡിക്കുലറും തമ്മിൽ പാരലലും ആയിരിക്കും. അതാണ് വീണ്ടും ഇവിടെ എടുത്തു പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്ലെയിൻ അതിനെ മാത്രമായിട്ട് നമ്മളൊന്ന് എടുത്തു വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ നിൽക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് വെർട്ടിക്കൽ പ്ലെയിനും നമ്മൾ നിൽക്കുന്ന സർഫസിന് പാരലൽ ആയിട്ടുള്ളത് ഹൊറിസോണ്ടൽ പ്ലെയിനും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ, ഒരു 3D ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ 3D ഒബ്ജക്റ്റിനെ ഞാൻ പ്ലേസ് ചെയ്യുവാണ്. ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഇങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഇതിന് അപ്പുറത്തെ സൈഡൊന്നും നമുക്ക് കാണുന്നില്ല, ഇൻവിസിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഡോട്ടഡ് ലൈൻ ഇട്ട് നോക്കാം. നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ലൈൻസിനെ ഡോട്ടഡ് ലൈൻസ് കാണിക്കാമല്ലോ, അല്ലാത്തതൊക്കെ മാത്രം ഇങ്ങനെ കാണിക്കാമല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ക്വയർ. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരും, അല്ലെങ്കിൽ ഇതിന്റെ വ്യൂ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നായിരിക്കും നോക്കുന്നത്. ഒബ്സർവറിന്റെ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ലൈൻസിനെ മാത്രം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയേ. അതായത് ഈ പോയിന്റിലൂടെ കടന്നു വരുന്നു. ഇതും വിസിബിൾ ആയിട്ടുള്ള പോയിന്റ്, ഇൻവിസിബിൾ ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് കടന്നു വരുന്നു. ഇതും ഇവിടുന്ന് കടന്നു വരുന്നു. ഇവിടെ നമ്മൾ ഇതിനെയൊക്കെ ഇന്റർസെക്ട് ചെയ്തു. ഇതിനെ നമ്മൾ കൂട്ടിയൊന്ന് വരച്ച് നോക്കാം. സ്കെയിൽ പെൻസിലൊക്കെ വരച്ചാൽ നല്ല രീതിയിലൊക്കെ നല്ല രസത്തിലൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മളിങ്ങനെ മൗസ് ഒക്കെ വെച്ച് വരയ്ക്കുന്നത് കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ഭംഗിക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് വൃത്തിയായി വരയ്ക്കാൻ ശ്രമിക്കണം. അപ്പം ആ രീതിയിലാണ് ആ ഒരു പ്രൊജക്ഷൻ നമുക്ക് ഇവിടെ വ്യൂ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ കിട്ടി. ഇപ്പൊ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ലൈൻസ് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കഴിഞ്ഞാൽ വ്യക്തമാകത്തില്ല. അതുകൊണ്ടാണ് ഞാനത് റിമൂവ് ചെയ്തത്. ഇതാണ് ആ വ്യൂ നമുക്ക് കിട്ടിയത്, അല്ലെ? അപ്പൊ ഇത് എന്റെ ഫ്രണ്ട് വ്യൂ ആയിരുന്നു. ഇനി നമുക്ക് നോക്കാം, അതേ സാധനം തന്നെ ഇവിടെ വീണ്ടും വരച്ച് നോക്കാം. നമ്മൾ പ്രൊജക്ടർ ലൈനുകളൊന്നും വരയ്ക്കുന്നില്ല. ഒത്തിരി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത്. അപ്പം ഫ്രണ്ട് വ്യൂ വരച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഒരു വ്യൂ കിട്ടിയത്. അത് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലാണ് വരച്ചത്. ഇനി ആ ഒബ്ജക്റ്റിന് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കിയേ. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഫേസ് എന്താ? ഇത് മാത്രമേ കാണത്തുള്ളൂ. അത് മാത്രം എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. പ്രൊജക്ടേഴ്സ് വരച്ച് നോക്കുക. പ്രൊജക്ടേഴ്സ് വരച്ച് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ട്രൂ ഷേപ്പ് ലഭിക്കും. ഇങ്ങനെ നമുക്ക് അതിന്റെ ഷേപ്പ് ലഭിച്ചു. ഇത് കിട്ടിയത് ഇപ്പൊ എന്താണ്? ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ എവിടെ കിട്ടിയത്? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ. ഈ കാണുന്ന ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? വ്യൂ എന്ന് വിളിക്കും, അല്ലെ? ഈ ലൈനിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രൊജക്ടേഴ്സ് എന്ന് വിളിക്കും. ഇതെല്ലാം പ്രൊജക്ടേഴ്സ് ആണ്, അല്ലെ? 1, 2, 3, 4 ഇതെല്ലാം പ്രൊജക്ടേഴ്സ് ആണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? തമ്മിൽ ഇവര് പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ ഏത് പ്ലെയിനിലേക്കാണ് വരയ്ക്കുന്നത്? ആ പ്രൊജക്ഷൻ പ്ലെയിനിന് ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ആണ് നിങ്ങളിലേക്ക് എത്തേണ്ടത്. അതായത് ഇത് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ പ്ലെയിൻ ആണെന്നും ഇത് ഒബ്ജക്റ്റ് ആണെന്നും ഇത് പ്രൊജക്ടേഴ്സ് ആണെന്നും ഇതിന്റെ വ്യൂ ആണ് ഈ കാണുന്നതെന്നും ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. XY എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, റെഫറൻസ് ലൈൻ ഉണ്ട്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് വെർട്ടിക്കൽ പ്ലെയിൻ എന്നും നമ്മൾ നിൽക്കുന്ന സർഫസിന് പാരലൽ ആയിട്ടുള്ളതിന് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നും പറയും. ഇത്രയും കാര്യങ്ങളൊന്ന് നല്ലപോലെ കൺസെപ്റ്റ് മനസ്സിലോർത്ത് വെക്കുക. ഇതിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്ത് പോരണം. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ നമ്മുടെ പോർഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ഒന്നും കൂടെ ആ കൺസെപ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഒരു പ്രൊജക്ഷൻ പ്ലെയിൻ ആണ്. ആ പ്രൊജക്ഷൻ പ്ലെയിനിന്റെ ഇൻ ഫ്രണ്ട് ഓഫ് ഇത്ര ഇതും അതുപോലെ എബോവ് HP ലൈൻ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. എന്ത്? ABCD എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ABDC എന്ന് എഴുതിയിരിക്കുന്നത് ഒന്ന് ഇവിടുന്ന് നോക്കുന്നതിന്റെ വ്യൂ ആണ് അവർ വരച്ചിരിക്കുന്നത്. എവിടുന്ന് വേണമെങ്കിലും വ്യൂ ചെയ്യാം. ഇപ്പൊ ഈ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയും ചെയ്യാം, അതുപോലെ ഇവിടുന്ന് നമുക്ക് നോക്കാം.
ഇവിടെ ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്നുള്ളത് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഈ ഒരു ഏരിയ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. അപ്പൊ ഇതിന്റെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഈ പ്രൊജക്ടേഴ്സ്. ആ പ്രൊജക്ടേഴ്സ് എന്തായിരിക്കും? തമ്മിൽ പാരലലും ആയിരിക്കും. പ്രൊജക്ഷൻ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്താ? പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ഇതിന്റെ പ്രൊജക്ടർ ലൈനുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്ലെയിനിലേക്ക് നമുക്ക് ഇതിന്റെ ഒരു ടോപ്പ് വ്യൂ ലഭിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അപ്പൊ നമ്മൾ കുറച്ച് നേരങ്ങളായിട്ട് ഈ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ ടോപ്പ് വ്യൂ രണ്ട് വ്യൂകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 2D ഷേപ്പിലേക്ക് എത്തിക്കുകയാണ് 3Dയെ. പക്ഷേ അതിന്റെ 3D ട്രൂ ഷേപ്പിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ 2Dയിലോട്ട് കൊണ്ടുവരുന്നത്. വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, 3D ഒബ്ജക്റ്റുകളുടെ അല്ലെങ്കിൽ ആ 3D ഷേപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യൂസ് വരുന്നതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ രീതി എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഒബ്ജക്റ്റ് ആണ്, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് ആണ്. അപ്പൊ അതിന്റെ ഓരോ ഫേസിനും പ്രത്യേക കളർ കൊടുത്തിരിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങളുടെ ഇമാജിനറി പ്ലെയിൻ ആയിട്ടുള്ള VPHP ഒന്ന് വെച്ച് നോക്കിക്കേ. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ, നേരത്തെ കുറെ നേരമായിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുക. ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കിട്ടുന്ന പോർഷൻ, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഏതായിരിക്കും? ഈ ഒരു വയലറ്റ് കളറിൽ കാണുന്ന ഈ ഒരു ഏരിയയും അതുപോലെ തന്നെ ഇൻസൈഡ് ഉള്ള ഈ ഏരിയയും, ഇവിടുത്തെ പോയിന്റുകളെല്ലാം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് പ്രൊജക്ടർ ലൈനിൽ വരച്ച് നോക്കുക. അങ്ങനെ പ്രൊജക്ടർ ലൈനിൽ വരച്ച് നോക്കുമ്പോൾ നമുക്ക് ലൈൻസ് ഒന്ന് വരച്ച് നോക്കാം. അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ലൈനാണ് ഈ പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദാണ്ട ഈ പോയിന്റിൽ നിന്നുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. അതുപോലെ ഇവിടുന്ന് ഒരു പോയിന്റ് ഉണ്ട്. നമ്മളെ ഈ വരയ്ക്കുന്ന എല്ലാം പ്രൊജക്ടേഴ്സ് ആണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഇതിലോട്ടാണ് കേട്ടോ പാസ് ചെയ്യുന്നത്. വരച്ച് വന്നപ്പോൾ അങ്ങനെ മാറിപ്പോയതാ. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ലൈന് പാസ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഒരു ലൈൻ പാസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ലൈൻസും നമ്മൾ കൂട്ടി യോജിച്ചത്. ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനുകളെല്ലാം കൂടെ ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ പോർഷൻ എന്നാണ്. ഒത്തിരി ആയിപ്പോയി, വൃത്തിയായിപ്പോയി. കൺസെപ്റ്റ് മനസ്സിലായില്ല? അപ്പൊ ഈ ഒരു പോർഷൻ മുഴുവനും നമ്മൾ കണ്ടത് ഈ ഒരു സെക്ഷനിലായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ അതിനെ നമ്മൾ ആ പ്ലെയിനിൽ വരച്ചു, അതായത് ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ വരച്ചു. ആ വരച്ചതാണ് കണ്ട ഫ്രണ്ട് വ്യൂ. അപ്പൊ ഫ്രണ്ട് വ്യൂ കിട്ടി, ഒരു വ്യൂ ആയി. ഇനി നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ നോക്കും. അത് നമുക്ക് അടുത്തതിലേക്ക് വരാം, എന്നിട്ട് നമ്മൾ ടോപ്പ് വ്യൂ പറയാം. ഇവിടെ നമ്മളിപ്പോ പറയാൻ പോകുന്നത് പ്രിൻസിപ്പൽ വ്യൂസ് ആണ്. ആ പ്രിൻസിപ്പൽ വ്യൂസിലെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് വ്യൂ, അല്ലെങ്കിൽ അതിനെ നമ്മൾ എലിവേഷൻ എന്ന് വിളിക്കും. So when the object is viewed from the front, then the orthographic view on vertical plane is called front view or elevation. അതായത് ഒരു ഒബ്ജക്റ്റിനെ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾ ആ കാണുന്ന ഒബ്ജക്റ്റിന്റെ പ്ലെയിനുകൾ കൃത്യമായി ആ പ്രൊജക്ഷൻ പ്ലെയിനിൽ അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ പ്ലെയിനിൽ നമുക്ക് പോയിന്റ് ചെയ്ത് കിട്ടുന്നു. അതായത് ഈ പ്രൊജക്ടർ ലൈനുകൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കണ്ട ഫ്രണ്ട് വ്യൂ. ആ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡൊന്നും ഇല്ല, ഇതൊന്നും ഫ്രണ്ട് വ്യൂവിലില്ല. ഫ്രണ്ട് വ്യൂവിൽ ആകെ കിട്ടുന്ന വ്യൂ എന്താണ്? ഈ ഒരു ഇമേജ് മാത്രം, ഈ ഒരു വ്യൂ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് ഇവിടെ രണ്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം the object is viewed from the front and the orthographic view, ഇതിനെ orthographic view എന്ന് പറയുന്നത്, on vertical plane is called front view. അപ്പൊ ഈ HP പ്ലെയിനിൽ ഇരിക്കുന്ന ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലേക്ക്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ പ്രത്യേക ഒരു മോഡ്യൂൾ ഉണ്ട്. ഇപ്പൊ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. അതിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലാണ് വരയ്ക്കുന്നത്. ഇപ്പൊ ഇവിടെ ആയിട്ടാണ് അതിനെ വരച്ചിരിക്കുന്നത്. അപ്പം ഫ്രണ്ട് വ്യൂ ആയി. നമുക്ക് അടുത്ത ഏത് വ്യൂ ആണെന്ന് നോക്കാം. അപ്പൊ അടുത്ത വ്യൂ നമ്മൾ നോക്കി ടോപ്പ് വ്യൂ ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്ലാൻ എന്ന് വിളിക്കും. ടോപ്പ് വ്യൂ എന്ന് പഠിച്ചാൽ മതി. when the object is viewed from above, അതായത് ഒബ്ജക്റ്റ് നമ്മൾ മേളിലൂടെ നോക്കുമ്പോൾ then the orthographic view on horizontal plane is called top view. അതായത് ഈ പ്ലെയിനിന്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് എന്ത്? ടോപ്പ് വ്യൂ കിട്ടുന്നത്. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നത്. ടോപ്പിലൂടെ നോക്കുന്നു, അതാണ്ട ടോപ്പ് വ്യൂ. TV എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. ടോപ്പിലൂടെ നോക്കാൻ നമ്മൾ ആകെ കാണുന്നത് ഫസ്റ്റ് പ്ലെയിനിന്റെ ഇത് കാണും. അതുപോലെ എന്താ ഈ ഒരു സെക്ഷൻ കാണും. ടോപ്പ് വ്യൂ ആണ്, ഈ ഒരു സെക്ഷൻ കാണും. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനും കാണും. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റെപ്പ് പോലെ കാണുന്നത് ഇവിടെയും, ഇത് രണ്ടാമത്തേതും ഇവിടെയാണ് കാണുന്നത്. ഇത്രോ വ്യൂ ആണ് നമുക്ക് എവിടെ ലഭിച്ചത്?
HP ലഭിച്ചത്. അപ്പം HP ലഭിക്കുന്ന അതായത് ടോപ്പിലൂടെ നമ്മൾ വ്യൂ ചെയ്തപ്പോൾ കണ്ട ഓർത്തോഗ്രാഫിക് വ്യൂ നമ്മൾ എവിടെയാണ് വരച്ചിരിക്കുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നമ്മൾ. അപ്പൊ അതിനെ നമ്മൾ ടോപ്പ് വ്യൂ എന്ന് വിളിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു പ്രൊജക്ഷൻ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ ഒരു ഒബ്ജക്റ്റിന്റെ വ്യൂ ആണെന്ന് പറഞ്ഞു. നമ്മൾ അതിൽ വരുന്ന ഈ ഒരു ഷേപ്പിനെ നമ്മൾ വ്യൂ എന്ന് വിളിച്ചു. അതിപ്പോ HP ആണെങ്കിലും ശരി VP ആണെങ്കിലും ശരി കിട്ടുന്നതെല്ലാം വ്യൂ തന്നെയാണ്. പക്ഷെ വെർട്ടിക്കൽ പ്ലെയിനിലാണ് ആ വ്യൂ വരയ്ക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്തായിരിക്കും? അതിന്റെ ടോപ്പ് വ്യൂ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് എന്ത് ചെയ്യാൻ മനസ്സിലായി. അപ്പം ഫ്രണ്ട് വ്യൂവിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഫ്രണ്ട് വ്യൂവിന്റെ കൂടെ തന്നെ എന്ത് വന്നു? ടോപ്പ് വ്യൂ വന്നു. ഇതെങ്ങനെ ഇതിന്റെ താഴെ വന്നെന്നല്ലേ അറിയണ്ടേ? അതായത് ഈ ഒരു ഇമേജ് വന്നിരുന്നത് എവിടെയാണ്? വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ടോപ്പ് വ്യൂ വന്നത് എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വന്നത് ഈ ഒരു പ്ലെയിനെ നമ്മൾ നിവർത്തി കഴിഞ്ഞാൽ, അതായത് ഇങ്ങോട്ടേക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് നിവർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങോട്ടേക്ക് നിവർത്തി കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ ഷീറ്റ് ആയിട്ട് തന്നെ നിൽക്കും. നേരത്തെ നമ്മൾ ഒരു ഷീറ്റ് മടക്കി വെച്ചിരിക്കുകയാണ്, ഒരു കാർഡ്ബോർഡിന്റെ രണ്ട് വശങ്ങൾ കണ്ട, ഇതിപ്പോ ഇങ്ങനെ XY ലൈൻ പോകും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഓൾറെഡി എന്ത് വരച്ചത്? അതായത് ഫ്രണ്ട് വ്യൂ വരച്ചത്, അതാ ഇവിടെ വരച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ നോക്കിയത് മുകളിൽ നിന്നാണ്, അതായത് ടോപ്പ് വ്യൂ ആണ് കണ്ടത്. അത് നമ്മൾ ഇവിടെയാണ് വരച്ചിരുന്നത്, അതായത് HP പ്ലെയിൻ. അതായത് ഇത് HP-യും ഇത് VP-യും. ഒന്നുമില്ല, ഇത് നമ്മൾ എന്ത് ചെയ്തു? നിവർത്തി നോക്കിയപ്പോൾ കണ്ടതാണ് ഇത്. ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് അതിന്റെ പോയിന്റുകൾ എല്ലാം കൂടെ പ്രൊജക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? അതിന്റെ വ്യൂ ഇവിടെ കിട്ടും. വെർട്ടിക്കൽ പ്ലെയിനിലാണ് കിട്ടുന്നെങ്കിൽ അത് എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ഇതിനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ വ്യൂ ലഭിക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും. ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ എന്ന് വിളിക്കും. ടോപ്പ് വ്യൂ എന്ന് തന്നെ പഠിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് ഈ XY ലൈനിന്റെ താഴെ വന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കേണ്ട, നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ വരുമ്പോൾ അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അപ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. ഈ രണ്ട് കൺസെപ്റ്റുകളും നേരത്തെ മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് വീണ്ടും മനസ്സിലായെന്ന് തന്നെ വിചാരിക്കും. സോ അങ്ങനെ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഏത് സൈഡ് വേണമെങ്കിലും ആവാം. അത് ലെഫ്റ്റ് സൈഡ് ആവാം, റൈറ്റ് സൈഡ് ആവാം. ഒരു ഒബ്ജക്റ്റിന് ലെഫ്റ്റ് സൈഡ്, അതായത് ലെഫ്റ്റിൽ നിന്നുള്ള വ്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ റൈറ്റിൽ നിന്നുള്ള വ്യൂ ഉണ്ടാവും. ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ റൈറ്റ് വ്യൂ കിട്ടും, ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് വ്യൂ കിട്ടും. So when the object is viewed from either right or left side, then the orthographic view on auxiliary vertical plane which is perpendicular to HP and VP is called side view or profile view or end view. മൊത്തം വ്യൂ ഒന്നുമില്ല, വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ വരച്ചിരിക്കുക. ഇതിന് HP-ക്ക് പെർപെൻഡിക്കുലർ അല്ലേ ഇത്, VP-ക്കും പെർപെൻഡിക്കുലർ അല്ലേ ഇത്. അപ്പം HP-ക്കും VP-ക്കും പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് സൈഡുകളിൽ, അതായത് ഈ പറയുന്ന രണ്ട് സൈഡുകളിൽ നമ്മൾ ഒരു പ്ലെയിനും കൂടെ വരയ്ക്കുകയാണ്. അപ്പം ഈ രണ്ട് പ്ലെയിനുകളിലായിട്ട് നമുക്ക് എന്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? ഒരു ഒബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡ് വ്യൂവും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആ ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് വ്യൂ കിട്ടുന്ന ഈ പ്ലെയിനെ AVP എന്ന് വിളിക്കും. AVP അല്ല, AVP. ആ AVP-യുടെ ഫുൾ ഫോം എന്താണ്? ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ. അതായത് ഇതിനെ നമ്മൾ, ഈ വ്യൂവിനെ നമ്മൾ, എന്നിട്ട് ഈ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനെ നമ്മൾ പ്രൊഫൈൽ പ്ലെയിൻ എന്നും പറയും. ഇപ്പൊ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് തന്നെ പഠിച്ചോളുക. ഈ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് എന്തിന്, ആർക്കൊക്കെ പെർപെൻഡിക്കുലർ ആയിരിക്കും? VP-ക്കും HP-ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോ മനസ്സിലാക്കുക, വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ട് മൂന്നാമതൊരു പ്ലെയിൻ വന്നു. ആ പ്ലെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് AVP, അതായത് ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന്. അപ്പൊ ഇതിന്റെ കണ്ടീഷൻ എന്താ? VP-ക്കും HP-ക്കും ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതേപോലെ തന്നെ ഈ സൈഡിലും വരാം, ഇപ്പുറത്തെ പ്ലെയിനിലും ഇവിടെ ഒരു പ്ലെയിൻ നമുക്ക് വരയ്ക്കാം. അപ്പം ഇതിനെ കൂട്ടി യോജിപ്പിച്ചാൽ ഇവിടെ ഒരു വ്യൂ കിട്ടും. അതായത് ഇതിന്റെ ടോപ്പ് വ്യൂ ഒക്കെ നമുക്ക് ഇവിടെയും വരയ്ക്കാം, ഇവിടെയും വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. പ്ലെയിൻ എവിടെ വേണമെങ്കിലും വരാമല്ലോ. ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ സെന്ററിൽ ഇരിക്കുവാണെങ്കിൽ ആ വ്യൂ ഇവിടെയും വരയ്ക്കാം. ടോപ്പ് വ്യൂ തന്നെ ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും. ഫ്രണ്ട് വ്യൂ തന്നെ ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും. അപ്പം ഇങ്ങനെയാണ് എന്ത് സൈഡ് വ്യൂവിനെ കുറിച്ച് പറയുന്നത്. സോ ഇതിന്റെ വേറൊരു പേരും കൂടെ പറഞ്ഞു, അതായത്
ഇതിനെയാണ് നമ്മൾ സൈഡ് വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രൊഫൈൽ വ്യൂ എന്ന് പറയും, അല്ലെങ്കിൽ എൻഡ് വ്യൂ എന്ന് പറയും. ഇവിടെ കൊണ്ട് തീരും, പിന്നെ നമ്മൾ ഇല്ല, അതുകൊണ്ടായിരിക്കും എൻഡ് വ്യൂ എന്ന് വിട്ടത്. അപ്പം നമ്മളിവിടെ ഈ ഒരു 3D ഒബ്ജക്റ്റിന്റെ സൈഡ് വ്യൂ ആണ് നമ്മളിപ്പോ നോക്കുന്നത്. അറിയാം, നമുക്ക് നമ്മൾ നോക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നോക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒബ്ജക്റ്റിന്റെ നമ്മൾ ഇവിടുന്ന് ആ ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഒബ്ജക്റ്റ് വ്യൂ ചെയ്യുന്നത്. അതിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ലൈറ്റ് ബ്ലൂ, ഈ ഒരു 2 സ്റ്റെപ്പിന്റെ ടോപ്പ് പോർഷൻ ഇവിടെ രണ്ടെണ്ണം ലഭിച്ചു. സൈഡ് വ്യൂ കിട്ടി, അല്ലെങ്കിൽ എന്താണ് പ്രൊഫൈൽ വ്യൂ, അല്ലെങ്കിൽ എന്താണ് എൻഡ് വ്യൂ. ഈ സൈഡ് വ്യൂ നമ്മൾ വരച്ചിരിക്കുന്നത് പക്ഷേ റൈറ്റ് സൈഡിലാണ്. അയ്യോ, അത് ശരിയാണല്ലോ. അതെന്തായിരിക്കും? അതായത് മനസ്സിലാക്കി വെക്കുക, നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നത് നമ്മുടെ XY പ്ലെയിനിന്റെ എബോവ് HP ആയിരിക്കും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ആയിരിക്കും. ഇനിയിപ്പോ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വ്യൂ ചെയ്യുന്നതെങ്കിലോ, റൈറ്റ് സൈഡിൽ നിന്നാണ് വ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് വരയ്ക്കുന്നത് ഇവിടെ ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും. അത്ര വ്യത്യാസമുള്ളൂ. അതായത് ഇതൊരു പ്ലെയിൻ ആണെങ്കിൽ ഈ പ്ലെയിനെ ഇങ്ങോട്ട് നിവർത്തി, ഇതിനെ ഇങ്ങോട്ട് നിവർത്തുക. ആ നിവർത്തി വെച്ചപ്പോൾ കിട്ടിയതാണ് ഇത്. കാരണം നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് നോക്കിയത്, പക്ഷെ റൈറ്റിലെ പ്ലെയിനിലാണ് വന്നത്. അതുകൊണ്ടാണ് ഇത് ഈ സൈഡ് ലെഫ്റ്റിലെ സൈഡിൽ വ്യൂ കിട്ടിയത്. ഇനിയിപ്പോ ഇവിടുത്തെ വ്യൂ നമ്മൾ ഇവിടെ ഒരു ഇമാജിനറി പ്ലെയിൻ ഉണ്ടായിരുന്നു, അവിടെയാണ് വരച്ചിരുന്നെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് നിവർത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നിന്നുള്ള വ്യൂ ആണ് കിട്ടിയത്. ആ വ്യൂ ഇവിടെയാണ് കിട്ടിയത്. ഇത് നിവർത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ആയിരിക്കും ആ ഇമേജ് വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു ബോക്സ് ആണെന്ന് വിചാരിക്കുക. ആ ബോക്സിനെ അങ്ങ് നിവർത്തി കഴിയുമ്പോൾ അതിന്റെ വ്യൂ ഒക്കെ എവിടെയാണോ കിട്ടിയത് അത് കൃത്യമായി തന്നെ വരും. അത്രയും കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. നമുക്ക് ഫ്രണ്ട് വ്യൂ എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായി, ടോപ്പ് വ്യൂ എങ്ങനെയാന്ന് മനസ്സിലായി, സൈഡ് വ്യൂ എങ്ങനെയാന്ന് മനസ്സിലായി. ആ സൈഡ് വ്യൂ വരുന്നതിനെ നമ്മൾ ആ പ്ലെയിനെ, മറ്റുള്ള പ്ലെയിനുകളെ നമ്മൾ പ്രൊജക്ഷൻ പ്ലെയിൻ എന്നാണ് വിളിച്ചത്, അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ 2 പ്ലെയിനുകളെ നമ്മൾ എന്താ പറയുക, സൈഡ് വ്യൂ വരുന്ന 2 പ്ലെയിനുകളെ നമ്മൾ വിളിക്കുന്നത് ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ്. അപ്പൊ ആ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സൈഡ് വ്യൂ, അല്ലെങ്കിൽ പ്രൊഫൈൽ വ്യൂ, അല്ലെങ്കിൽ എൻഡ് വ്യൂ. അപ്പം ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്നത് ടോപ്പ് വ്യൂ ആയിരിക്കും, വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്നത് ഫ്രണ്ട് വ്യൂ ആയിരിക്കും, ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്നത് സൈഡ് വ്യൂ, പ്രൊഫൈൽ വ്യൂ, എൻഡ് വ്യൂ. നമ്മൾ ഒറ്റ പേര് തന്നെ വിളിക്കാം, സൈഡ് വ്യൂ. ഇനി അങ്ങോട്ടേക്ക് സൈഡ് വ്യൂ എന്ന് തന്നെ പറയാം. അതിന് ലെഫ്റ്റ് സൈഡ് വ്യൂ ഉണ്ട്, റൈറ്റ് സൈഡ് വ്യൂ ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായി. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുന്നത് റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുന്നതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരയ്ക്കുന്നത്. എവിടെ ഈ ലെഫ്റ്റും റൈറ്റും? ഇവിടെ ഈ XYയുടെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കുന്ന കാലത്ത്, ഇപ്പോഴല്ല, വരയ്ക്കുന്ന കാലത്ത് ഉള്ള കാര്യമാണ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. 1-2 പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ചൊരു വ്യക്തത വരുന്നത്. കൂടുതൽ ചെറിയ ചെറിയ സിമ്പിൾ കൺസെപ്റ്റുകളാണ്. ഒരുപാട് ടെൻഷൻ ആവേണ്ട, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ എന്താ പറയാ ബോറാവാത്ത ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആ ചെറിയ കൺസെപ്റ്റുകളെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആ ഇമാജിനേഷൻ പവറിലേക്ക് അതിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പുസ്തകം പോലും ഇല്ലാതെ നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനെ ഡീൽ ചെയ്യാൻ സാധിക്കും. സോ ഇത് ഒന്നും കൂടെ ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. നമ്മൾ ആ വയലറ്റ് കളറിൽ കാണുന്ന ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. ഇപ്പൊ ഫ്രണ്ട് വ്യൂ എവിടെ കിട്ടുന്നത്? ഉടനെ തന്നെ പറഞ്ഞേക്കണം, ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ആ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പാസ് ചെയ്ത് പോകുന്ന പ്രൊജക്ടേഴ്സ് ആണ് ഈ കാണുന്നത്. ഈ പ്രൊജക്ടേഴ്സിന് സാർ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? തമ്മിൽ പാരലലും അതിന്റെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ അത് പെർപെൻഡിക്കുലറും ആയിരിക്കും. അപ്പൊ ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ആ ഫ്രണ്ട് വ്യൂ ആണ് അത് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് ടോപ്പ് വ്യൂ നോക്കാം. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്താ എവിടെയാ ലഭിക്കുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ലഭിക്കുന്നത്. അവിടെയും പ്രൊജക്ടർ ലൈൻ ഉണ്ട്. ഇതേപോലത്തെ തന്നെ പ്രത്യേകതയാണ് അതിനുള്ളത്. അത് ടോപ്പ് വ്യൂ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അതുകൊണ്ട് ഈ പ്ലെയിനെ നമ്മൾ നിവർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലും താഴെയുമായിട്ട് നമുക്ക് കാണാം. പിന്നെ സൈഡ് വ്യൂ നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് നോക്കിയത്. ആ ലെഫ്റ്റ് സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കുന്നത് എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വരയ്ക്കുന്നത്. ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടുന്നത് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വരയ്ക്കുന്നത് XY പ്ലെയിനിൽ. അപ്പൊ ഇത്ര മാത്രം ഓർത്താൽ മതി. ഫ്രണ്ട് വ്യൂ കിട്ടണമെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കണം, മാറ്റമൊന്നുമില്ല. ടോപ്പ് വ്യൂ കിട്ടണമെങ്കിൽ ടോപ്പിൽ നിന്ന് തന്നെ നോക്കണം. സൈഡ് വ്യൂ കിട്ടണമെങ്കിൽ സൈഡിൽ നിന്ന് തന്നെ നോക്കണം. സിമ്പിൾ ആണ്. അപ്പൊ ഇതില് വിസിബിളും ഇൻവിസിബിൾ ആയിട്ടുള്ള എല്ലാ പോയിന്റുകളെയും കൂടെ നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു വ്യൂ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ പേരുകളൊക്കെ ഓർത്തിരിക്കുക. ഇത് വ്യൂ ആണ്. ഇതിപ്പോ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനിൽ വന്നുകൊണ്ട് സൈഡ് വ്യൂ ആണ്. ഇതും ഒരു വ്യൂ ആണ്. അത്
വെർട്ടിക്കൽ പ്ലെയിനിൽ വന്നുകൊണ്ട് അത് ഫ്രണ്ട് വ്യൂ ആണ്, ഇത് ഒരു വ്യൂ ആണ്. എന്ത് വ്യൂ ആണ്? ടോപ്പ് വ്യൂ ആണ്. അതെവിടെയാണ് കിട്ടിയിരിക്കുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതൊന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിന്റെയും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഒക്കെ വരയ്ക്കാം. ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ ഈ ഇത്രയും വലിയൊരു ഒബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ ഒരു ചിത്രത്തിൽ നമുക്ക് അതിനെ മനസ്സിലാവുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരൊറ്റ HP VP-യിലാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിപ്പോ മൾട്ടി ആവും, ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും. HP VP ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 2-3 ക്വാഡ്രന്റുകളൊക്കെ വരും. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഒക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കാണുന്നത്, വ്യൂ എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, പ്രൊജക്ടേഴ്സ് എന്താണ്, എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് കൂടെ ഇപ്പൊ നമ്മൾ വൃത്തിയായി പഠിച്ചിട്ടുണ്ട്. So, to represent side view, വീണ്ടും നമ്മൾ സൈഡ് വ്യൂവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. To represent side view, imagine two auxiliary vertical planes. രണ്ട് auxiliary vertical planes-നെ നമ്മൾ ഇമാജിൻ ചെയ്യുക. On either side of the observer. Observer നോക്കുമ്പോൾ, അതായത് observer ഇവിടെ നിൽക്കുകയാണ്. observer ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും എന്താ, വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ രണ്ട് സൈഡുകളിലായി. ഇത് രണ്ട് സൈഡിലേക്കും ഉള്ള ഇമേജ് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ഇമേജ് എടുത്തത്. അപ്പൊ ഈ ഒരു സെക്ഷൻ, ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നത് ഈ രണ്ട് എൻഡിലുമായിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരെണ്ണം, അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം. അതായത് ഒബ്സർവർ ഇവിടുന്ന് നോക്കുമ്പോൾ, അതായത് ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ ഐദർ സൈഡുകളിലായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. സോ വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ബോത്ത് HP ആൻഡ് VP. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു പ്ലെയിനും ഈ ഒരു പ്ലെയിനും ഈ ഒരു പ്ലെയിൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതിനെ നമ്മൾ പ്രൊഫൈൽ പ്ലെയിൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വിളിക്കും. സോ സൈഡ് വ്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എവിടെയാ? ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനില, അല്ലെങ്കിൽ പ്രൊഫൈൽ പ്ലെയിനില. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ആർക്കൊക്കെ പെർപെൻഡിക്കുലർ ആയിരിക്കും? വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പെർപെൻഡിക്കുലർ. അതായത് ഇത്ര മതി, ഓവറാക്കണ്ട, ബോറടിപ്പിക്കുന്നില്ല. ഇത് ഈ ഒരു കൺസെപ്റ്റ് മാത്രം ഓർത്തിരിക്കാം. So, the vertical plane VP, horizontal plane HP, and auxiliary vertical plane AVP are called principal planes of projection. ഇവരെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻ ആണെന്നാണ് വിളിക്കുന്നത്. ആരെയൊക്കെ? വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ. ഇതിനൊക്കെ ഷോർട്ട് ഫോം ആയി VP, HP, AVP അല്ലെങ്കിൽ PP, അതായത് പ്രൊഫൈൽ പ്ലെയിൻ. So, the view projected on the principal plane of projection are called principal views. ആ principal views എന്ന് പറയുന്ന ഒരു ടോപ്പിക് വെച്ചിട്ടാണ് നമ്മൾ ആരെയൊക്കെ കണ്ടത്? ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഈ വ്യൂവിനെ എല്ലാം കൂടെ നമ്മൾ പറയുന്ന പേരെന്താണ്? പ്രിൻസിപ്പൽ വ്യൂ എന്നാണ്. Views projected on the principal plane of projection are called principal views. So, നേരത്തെ നമ്മൾ കളർഫുൾ ആയിട്ടൊക്കെ കണ്ടു. ഇതിന് പകരം കളറൊക്കെ മാറ്റി നമ്മൾ ആ ഒരു ഫേസസ് മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുക. ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു. ആ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ, അതായത് ഇവിടെ നിന്ന് ഒരു ഒബ്സർവർ, അതായത് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിലൂടെ കാണുന്ന പോർഷൻസ് ഇവിടെ ഏതൊക്കെയാണ്? ഇപ്പൊ കൃത്യമായി അറിയാൻ സാധിക്കുന്ന ഈ ലൈൻ, അതുപോലെ ഈ ഒരു സർഫസ്, അതുപോലെ തന്നെ ഈ ഒരു സർഫസിന്റെ കുറച്ച് ഭാഗം. ഇതാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ ഒരു പ്ലെയിനിലോട്ട് കിട്ടുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. അത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് വരയ്ക്കുന്നത്. ഇനി ടോപ്പ് വ്യൂ നമ്മൾ നോക്കുക. ഈ ഒരു ലൈൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ ലഭിക്കും. ഇത് പിന്നെ ഈ ഒരു ഏരിയ ആണ് കാണുന്നത്. ഇതെന്താണ്? ടോപ്പ് വ്യൂ ആണ്. എവിടെയാണ് ലഭിച്ചത്? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ. ഇനി ഒബ്ജക്റ്റിന് നമ്മൾ സൈഡ് വ്യൂ, ഇപ്പൊ നമ്മൾ എവിടുന്നാണ് നോക്കുന്നത്? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് നോക്കുന്നത്. അപ്പം റൈറ്റ് സൈഡിലുള്ള, അതായത് ഈ ഒരു ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഈ ഒരു വ്യൂ കിട്ടുന്നത്. അതായത് ഈ ഒരു വ്യൂ, ഈ ഒരു സർഫസും, അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് പോർഷനുമാണ് ഇവിടെ കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനിൽ അതിനെ സൈഡ് വ്യൂ എന്ന് വിളിച്ചു. നേരത്തെ ഡിസ്കസ് ചെയ്തത് ഒന്നുകൂടെ പറഞ്ഞു നിങ്ങൾ ഒന്ന് ഉറപ്പുവരുത്തുക. എല്ലാത്തിന്റെ പ്രൊജക്ടർ ലൈനുകളാണ് ഈ പാസ് ചെയ്യുന്നത്. ഈ ലൈൻസ് എല്ലാം എന്താണ്? പ്രൊജക്ടർ ലൈനുകളാണ് ഈ പോയിരിക്കുന്നത്. ഈ പ്രൊജക്ടർ ലൈനിന്റെ പ്രത്യേകത ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞു പോകുക. അതുപോലെ ഈ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും? ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും. ഇതൊക്കെ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ ഒന്ന് നോട്ട് ബുക്കിലോട്ട് ഒന്ന് വരച്ച് വെക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ ഒന്ന് വരച്ച് നോക്കിയാലേ നമുക്ക്
പിന്നീട് അങ്ങോട്ട് ഡ്രോയിങ്ങിൽ, ഇത് കൂടുതലും ഡ്രോയിങ് ആണല്ലോ, നമ്മൾ എഴുത്തിനേക്കാളും ഒത്തിരി എന്താണ് ഡ്രോയിങ് തന്നെയാണ്. മാക്സിമം വരയ്ക്കാൻ പറ്റുന്ന ഇമേജസ് ഒക്കെ എന്ത് ചെയ്യുക, നോട്ട് എഴുതുമ്പോൾ വരച്ച് തന്നെ പോവുക. കാരണം ഇങ്ങനെയുള്ള ഒരു ഡ്രോയിങ് സ്കില്ല് കൂട്ടുകയും കൂടെ വേണം. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്ലെയിൻ വരയ്ക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ചിലവർക്കൊക്കെ ഈ ഒരു വ്യൂ നമ്മളിപ്പോൾ കാണുന്നത് ഒരു 3D ഷേപ്പിൽ തന്നെ വരച്ചിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ വരച്ചിരിക്കുന്നത് ആ വരക്കാരന്റെ ഒരു കഴിവാണ്. അപ്പം അത് ഒട്ടുമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതിന് ഷേപ്പിലോട്ടൊക്കെ എത്തിക്കാൻ വളരെ പ്രയാസമുള്ളവരുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വഴങ്ങണം, എങ്ങനെയാ വരയ്ക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇത് കൃത്യമായി ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചു നോക്കുക. സോ നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളെ കൺസെപ്റ്റുകളെ കുറിച്ച് കൂടുതൽ പറഞ്ഞു. ഈ കൺസെപ്റ്റുകൾ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് വെർട്ടിക്കൽ പ്ലെയിനെ കണ്ടു. എങ്ങനെയാ നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കും. ഇതേപോലെ തന്നെ നമ്മൾ ടോപ്പ് വ്യൂ വരച്ചപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ പരിചയപ്പെട്ടു. അവർ രണ്ടുപേരും ഇവിടെ ഇപ്പോഴും ഉണ്ട്. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ കാണുന്ന വ്യൂവിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. സോ ഇതിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ഇതിനെ കുറച്ചൊന്ന് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ. അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ പ്ലെയിനെ എന്ത് ചെയ്തു, താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഓരോ സ്പേസ് കണക്കായി. അതായത് ഈ വെർട്ടിക്കൽ പ്ലെയിനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനെ കുറച്ചും കൂടെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. 4 അറകൾ പോലെയായി. അപ്പൊ 1, 2, 3, 4. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ക്വാഡ്രന്റ് എന്നാണ്. അതായത് ഇതിനെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നും, ഇതിനെ സെക്കൻഡ് ക്വാഡ്രന്റ് എന്നും, ഇതിനെ തേർഡ് ക്വാഡ്രന്റ് എന്നും, ഇതിനെ ഫോർത്ത് ക്വാഡ്രന്റ് എന്നും വിളിക്കും. നേരത്തെ ഒരു പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻ മാത്രമേ നമ്മൾ കണ്ടുള്ളായിരുന്നു. ഇപ്പൊ അത് കൂടി. അപ്പം ഡയറക്ഷൻ ഓഫ് ഒബ്സർവർ ടു ഡ്രോ ടോപ്പ് വ്യൂ. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആ ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും നോക്കേണ്ടത്, ഒബ്സർവർ ടോപ്പിൽ നിന്ന് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഡയറക്ഷൻ, അതായത് ഡയറക്ഷൻ ഓഫ് ഒബ്സർവർ ടു ഡ്രോ ടോപ്പ് വ്യൂ, അത് ഇങ്ങനെയായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും ഈ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ. അതുപോലെ ഡയറക്ഷൻ ഓഫ് ഒബ്സർവർ ടു ഡ്രോ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ കിട്ടുന്നത്, വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും എന്ത് കിട്ടുന്നത്, ഇതിന്റെ ടോപ്പ് വ്യൂ കിട്ടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ എന്താ, അതിന്റെ പ്രൊജക്ഷനും വരയ്ക്കാം. ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ കിട്ടും, ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഇവിടെ കിട്ടും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, സെക്കൻഡ് ക്വാഡ്രന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ പറയുവാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ഇല്ല ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രന്റ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ആ തേർഡ് ക്വാഡ്രന്റ്. ഇല്ല ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറയുന്നത്. ഫോർത്ത് എവിടെയാണെന്ന് നമുക്ക് അറിയാം, ഇവിടെയാണ്. ഇതിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. അതായത് എങ്ങനെയാണ്, ഇപ്പൊ ക്വാഡ്രന്റ് എന്ന് പറയുന്നില്ല, പകരം ഇങ്ങനെ പറയുവാണ്, ഈ ഒരു സ്പേസിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ്, ഇപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുക, ഞാൻ പറയുവാണ്, ഈ ഒബ്ജക്റ്റ് ഇവിടെ നോക്കി അറിയാം, എബോവ് HP, അതായത് എബോവ് HP, ഈ ഒരു ലെങ്ത്, ഒരു ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് എബോവ് HP. ആ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, എബോവ് HP, ഇൻ ഫ്രണ്ട് ഓഫ് VP, അതായത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ, ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ എബോവ് HP യും ഇൻ ഫ്രണ്ട് ഓഫ് VP യും ആണെങ്കിൽ, അതായത് എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഇപ്പൊ എവിടെ ഇരിക്കുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നത്. മനസ്സിലാക്കുക, എബോവ് HP, ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പൊ സെക്കൻഡ് വരുമ്പോൾ എന്തായിരിക്കും, ഇവിടെയാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒരു സർക്കിൾ വരയ്ക്കാം. ഇപ്പൊ ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നത്, ഈ ഒബ്ജക്റ്റ് ഇപ്പൊ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയാ, എബോവ് HP, ബിഹൈൻഡ് VP. ശ്രദ്ധിക്കുക, എബോവ് HP, ബിഹൈൻഡ് VP. ഇതിന് മുകളിലോട്ടാണെങ്കിൽ എന്ത് പറയും, എബോവ് HP എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ പറഞ്ഞത്. അപ്പൊ ബിഹൈൻഡ് VP എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് പോയി. ഇപ്പൊ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നത്, സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കുന്നത്. നമുക്ക് ഇനി അതിനെ തേർഡ് ക്വാഡ്രന്റിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ പറയുന്നു. അപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുക, ഈ ഒബ്ജക്റ്റിനെ നമ്മൾ പറയുക ബിലോ HP. അതാ ഇവിടെ ഇത്ര ബിലോയാണ് HP ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ബിഹൈൻഡ് VP, ഇതാണ്ട ബിഹൈൻഡ് VP, പുറകിലായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന ടേം ആണ് ബിലോ HP, ബിഹൈൻഡ് VP. മനസ്സിലായില്ലേ, തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എന്താണ്, ബിലോ HP, ബിഹൈൻഡ് VP. സോ അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റിലാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ
അതിനെ നമ്മൾ എന്ത് പറയും? ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇനി ആ ടേമുകൾ ഇവിടെ നോക്കാതെ തന്നെ പറയാൻ സാധിക്കണം. അതായത് ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് എബോവ് എച്ച് പിയും ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിലുമാണ് എന്തിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് പറയാം, അതായത് ഒരു പോയിന്റ് എന്ന് പറയാം. ഞാൻ പറയുക ഇത്ര എബോവ് എച്ച് പിയും ഇത്ര ബിഹൈൻഡ് വി പിയും എന്താണ്? എന്ത്? നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇവിടെ ഒരു പോയിന്റ് ഇരിക്കുക, ഇവിടെ ഒരു പോയിന്റ് ഇരിക്കുക. ഈ പോയിന്റ് നമ്മൾ പറയുന്നത് എന്താണ്? ബിലോ എച്ച് പി. ഒരു പോയിന്റ് ഇരിക്കുന്നത് ബിലോ എച്ച് പി, ഇത്ര ബിലോ എച്ച് പി, ഇത്ര ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ ആ പോയിന്റ് ഇവിടെയാണ്, മാർക്ക് ചെയ്യാൻ സാധിക്കണം. അതുപോലെ വീണ്ടും പറയുക, ഈ പോയിന്റ് എന്ന് പറയുന്നത് ബിലോ എച്ച് പി, ഇത്ര ബിലോ എച്ച് പി ആണ്, ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് പറയുക നമ്മൾ. അപ്പൊ നമുക്ക് ഇതിനെ മാർക്ക് ചെയ്യാൻ സാധിക്കണം. എവിടെയാണിത്? ഇത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിലവിലുണ്ടായിരുന്ന വെർട്ടിക്കൽ പ്ലെയിനെ ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ 4 ക്വാഡ്രന്റ് കിട്ടി നമുക്ക്. 4 ക്വാഡ്രന്റ് കിട്ടിയപ്പോൾ അതിനെ നമ്മളെല്ലാം നെയിമിങ് ചെയ്തു. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇതിന്റെയൊക്കെ പ്രത്യേകതകളുണ്ട്. ഇവിടെയൊക്കെ ഒബ്ജക്റ്റ് ഇരിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ മെൻഷൻ ചെയ്യും? ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ എബോ എച്ച് പി ബിഹൈൻഡ് വി പി, ഇവിടെയാണ് ആ പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി, ഇവിടെയാണ് ആ പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇത്രയും കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് പ്രിൻസിപ്പൽസ്. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക്. അത് തന്നെയാണ് പ്രിൻസിപ്പൽ വ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിൻസിപ്പൽ വ്യൂസ് എവിടെയാണ് കിട്ടുന്നത്. പ്രിൻസിപ്പൽ വ്യൂസ് കിട്ടുന്നത് നമ്മൾ 4 ക്വാഡ്രന്റിന്റെ കാര്യം പറഞ്ഞു. ആ 4 ക്വാഡ്രന്റ് ഒരു 3D ഷേപ്പിലേക്ക് നമ്മൾ വെച്ചിരിക്കുകയാണ്. ആ 3D ഷേപ്പിലേക്ക് വെച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ്, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത്ര അല്ലെങ്കിൽ എബോവ് എച്ച് പിയും ഇൻ ഫ്രണ്ട് ഓഫ് വി പിയും. അതുപോലെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഒരു ഇമേജ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എബോവ് എച്ച് പി ബിഹൈൻഡ് വി പി. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി. അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റിലാണ് ആ പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പം so it is clear that there are two main planes used in the orthographic projection. One is the horizontal plane and other is the vertical plane. So ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക, horizontal plane ഉണ്ട്, vertical plane ഉണ്ട്. These planes intersect and divide space into 4 quadrants. അപ്പം ഈ പറയുന്ന വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും കൂടെ എന്താ പറയുന്നത്? എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം 4 ക്വാഡ്രന്റ് ലഭിച്ചു. ആ ക്വാഡ്രന്റ് ആണ് ഈ കാണുന്നത്. സോ ഇറ്റ് ഈസ് നമ്മൾ ഈ ഒരു പ്രൊജക്ഷന്റെ കാര്യത്തിൽ ക്ലിയർ ആണ്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നതും other is the vertical plane. These plane intersect and divide spaces into 4 quadrant. ഇതിനെ intersect ചെയ്ത് പോയപ്പം ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 4 ക്വാഡ്രന്റ് ആണ് ലഭിച്ചത്. ഇത്രയും കാര്യങ്ങളിൽ ഈ മെയിൻ കൺസെപ്റ്റുകളെല്ലാം ഓർത്തിരിക്കുക. അതായത് പ്രിൻസിപ്പൽ വ്യൂസ് വരുമ്പോൾ നമ്മൾ നേരത്തെ വി പി എച്ച് പി മാത്രമായിരുന്നു കണ്ടിരുന്നത്. അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 പ്ലെയിനുകളായി എക്സ്റ്റെൻഡ് ആയി. അതായത് ഒന്ന് വെർട്ടിക്കൽ പ്ലെയിൻ എക്സ്റ്റെൻഡ് ചെയ്തു, ഒന്ന് ഹൊറിസോണ്ടൽ പ്ലെയിൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? 4 ക്വാഡ്രന്റുകൾ കിട്ടി. അതിനെ നമ്മൾ നെയിമിംഗ് ചെയ്തു. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഒബ്സർവറിനെ ഏത് ക്വാഡ്രന്റ് വെച്ചിട്ട് ഒബ്സർവറിന് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും സൈഡ് വ്യൂ എല്ലാം വരയ്ക്കാം. അപ്പൊ ഏത് ക്വാഡ്രന്റ് ആണ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പറയുവാണ് എബോ എച്ച് പി ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടനെ മനസ്സിലാക്കണം എന്താണ് അത്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. നമ്മൾ പറയുവാണ് ഇത്ര ബിലോ എച്ച് പി, ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുകയാണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന്. ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റുകളെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായി ഒന്ന് കേട്ട് നോക്കി വെക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുകളാണ്. എക്സാമിന് ഇതിന്റെ തിയറി ആയിട്ട് ഇതൊന്നും ചോദിക്കത്തില്ല, നേരെ പ്രോബ്ലത്തിലേക്കായിരിക്കും കടക്കുന്നത്. ഇത് വ്യക്തമായി മനസ്സിലായെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? പ്രോബ്ലങ്ങളിലേക്ക് വരയ്ക്കാൻ ചെല്ലുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.